എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോയിൽ കൂടി ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ആപ്പിൾ ട്രീസാണ്. ഇപ്പം ആപ്പിളുള്ള ടൈം, ആപ്പിൾ ചെറുതാണ്. ഇവിടെ ആപ്പിൾ ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട്. കഴിഞ്ഞ വർഷം ഇതിലും കൂടുതലുണ്ടായിരുന്നു, ഈ വർഷം അത്രയ്ക്കില്ല, പക്ഷേ എങ്കിലും ഉണ്ട്, നമുക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഒത്തിരി എണ്ണത്തിൽ എന്തോ ഒരു പുഴു കയറിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ എടുക്കുമ്പോൾ അത് വലുതായാൽ കുറച്ച് സ്ഥലം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും. ഇവിടെ എല്ലാം ഉണ്ട്. നല്ല മധുരമുള്ള നല്ല ആപ്പിളുകളാണ് തന്നെ. ഇവിടെ ഓരോ ആപ്പിളിനും ഓരോ പേരുണ്ട്. ഇതിൽ ഒരെണ്ണം പിങ്ക് ലേഡി എന്നതിൻ്റെ പേര്. 2 ആപ്പിൾ ട്രീസാണ് എനിക്കിവിടെ ഉള്ളത്. ഇവിടെ അടുത്തടുത്തായിട്ട് നിൽക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം ഇതിൻ്റെ പൂ പിടിക്കുമ്പം ഒരു വീഡിയോ എടുത്തിടും. നല്ല ഭംഗിയാണ് കാണാൻ, ഫുള്ളി പൂക്കളായിരിക്കും. ഇത് ശരിക്കും ഓട്ടം വരുമ്പം ഈ ആപ്പിളെല്ലാം ഇലയുടെ കളറ് മാറ്റും, എല്ലാം യെല്ലോ കളറാവും. എന്നിട്ട് എല്ലാം പൊഴിഞ്ഞു പോയിട്ട് വിൻ്ററിൽ വിൻ്ററിൽ ശരിക്കും പറഞ്ഞാൽ അതിനകത്തിൽ ഒരു ഇലയും കാണത്തില്ല. അതാണ് ഞങ്ങളുടെ ടിപ്പി. ടിപ്പ ടിപ്പ് ടിപ്പി ടിപ്പി ഇങ്ങോട്ട് നോക്കട. ടിപ്പിക്ക് ഇപ്പോൾ 14 വയസ്സായി, പ്രായമായി. അതുകൊണ്ട് നരച്ച് തുടങ്ങി. ടിപ്പിക്ക് അതുകൊണ്ട് ഇപ്പോൾ കേൾക്കാൻ ഇച്ചിരി പാടുണ്ട്, അതുകൊണ്ട് കേൾക്കുന്നില്ല. മറ്റേത് വിളിച്ചാൽ ഉടനെ നോക്കുമായിരുന്നു. ഇപ്പം എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ എല്ലാം നടന്നിട്ട് ആപ്പിൾ കിളികൾ കൊത്തിയിടുന്നതെല്ലാം തിന്നുക, പിന്നെ താഴെ നിന്നുള്ളത് എത്തിച്ചാടി എടുക്കും. അങ്ങനെയാണ് ടിപ്പിയുടെ സ്വഭാവം. ഇത് ഒരു ആപ്പിൾ ട്രീ. പിന്നെ ഇത് അടുത്ത ആപ്പിൾ ട്രീ ഇവിടെ ഉണ്ട്. അതിനകത്തിൽ ഇച്ചിരൂടെ വലുതായി. ഇതിൽ ആദ്യം പിടിച്ചത് ഇതിനകത്തിൽ പക്ഷേ കുറവായി, ഇപ്രാവശ്യം വളരെ കുറവാണ്. എങ്കിലും അതിൻ്റെ ആപ്പിൾ ഇച്ചിരൂടെ വലുതായി. ഇച്ചിരി കളറ് മാറി തുടങ്ങുന്നു. ഇവിടെ ഒരു ബഞ്ചുണ്ട്. ഓൾറെഡി കിളികൾ വന്ന് തിന്നാനും തുടങ്ങി. എനിക്കിതിനെ കവർ ചെയ്യാനും പാടാ, ശരിക്കും ഒത്തിരി വലുതായതുകൊണ്ട്. ഇനി അടുത്ത വർഷം തൊട്ട് ഞാനത് ട്രിം ചെയ്തിട്ട് ചെറുതാക്കണം എന്ന് വിചാരിച്ചിട്ടിരിക്കുക. അന്നേരം അറ്റ്ലീസ്റ്റ് നമുക്ക് നെറ്റ് ഇടാൻ പറ്റും. ഇപ്പം ഞാൻ നെറ്റ് ഇടാൻ ഭയങ്കര പാടായത്. കഴിഞ്ഞ വർഷം ഞാൻ നെറ്റിട്ടാനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ കൂടെ പിന്നെയും കിളികൾ കയറും, അകത്ത് കയറും, എന്നിട്ട് അതിനകത്ത് കിടന്ന് പറക്കും. പിന്നെ ഞാൻ കിളികളെ റെസ്ക്യൂ ചെയ്യാൻ പോകണം ഇവിടെ. അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് ഇവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ ഒത്തിരി എണ്ണത്തിൽ മാർക്കുകളുണ്ട് ഒത്തിരി എണ്ണത്തിൽ. അത് ആ പൂക്കുന്ന സമയത്ത് ശരിക്കും എന്തോ പുഴു കയറുന്നതാണ്. പക്ഷേ എങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇത് എവിടെയൊക്കെ അവിടെല്ലാം ഒത്തിരി ഉണ്ട്. ഇപ്പം തന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കിളി വന്നിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ. അതിനി അതിനകത്ത് കഴിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിൽ റെയിൻബോ കളറിലുള്ള പാരറ്റാണ്, റെയിൻബോ ലോറിക്കീറ്റ് എന്ന് അതിനെ പറയുന്നത്. അതിപ്പം ഞാൻ വന്നപ്പോൾ അവിടെ താഴെ ഒരെണ്ണം കിടന്നിരുന്ന് ഞാൻ വന്നപ്പോൾ അത് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് പറന്നിട്ട് പോയി. ഇതാണ് എൻ്റെ 2 ആപ്പിൾ ട്രീസ്. ഇനി ഇത് ഇത്ര വലുപ്പമല്ലാത്ത ഒരു 2 എണ്ണം ഞാനൊരു 2 വലിയ പോട്ടുകളിൽ വെച്ചിട്ടുണ്ട്. അതിലും കുറച്ചൊക്കെ കായുണ്ട്. ഒരെണ്ണത്തിൽ ഈ പ്രാവശ്യം അത്ര പിടിച്ചിട്ടില്ല. അതേ ദൂരെ നോക്കിയാൽ അത് അവിടെ കാണുന്ന 2 എണ്ണം അതേ കായ കിടക്കുന്ന കാണാമല്ലോ, അതാണ് ആപ്പിൾ ട്രീസിൻ്റെ. പിന്നെ ഇപ്പുറത്തെ സൈഡിലുള്ളത് ചെറിയാണ്. ചെറി ട്രീയിൽ എനിക്ക് ഒട്ടും കാ പിടിച്ചില്ല ഈ വർഷം, കാരണം പ്രൂൺ ചെയ്ത് തെറ്റിപ്പോയി. അതൊരു ചെറി ഇതിൻ്റെ മറ്റേ സൈഡിൽ ഈ ആപ്പിളിൻ്റെ 2 സൈഡിലും 2 ആപ്പിൾ ട്രീയുടെ 2 സൈഡിലായിട്ട് 2 ചെറിയ. ആ വലുതായിട്ട് നിൽക്കുന്നത് ചെറിയ. പക്ഷേ ഒരു കാ പോലും, ആകെ എനിക്ക് തോന്നുന്നു 2, 3, 4 കാ പിടിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം. ഞാൻ അതിനകത്ത് കൂടുതൽ ഇനി അങ്ങ് വെട്ടിക്കളയണമെന്ന് വിചാരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ചെറി പിക്കിങ്ങിന് പോയി, അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ ഒരിക്കലും ഇടാം. ഇതേപോലത്തെ ചെറീസ് ഫുള്ളുള്ള ഫാം. ആ ഫാമിൽ നിറയെ ആ ചെറിയിലെല്ലാം കണ്ടു കഴിഞ്ഞാൽ നിറയെ കായ. പക്ഷെ അത് ഉദ്ദേശിച്ചിട്ട് നട്ടതാണ് 2 ചെടികൾ ഇവിടെ. ഞാൻ വിചാരിച്ചു എനിക്കന്നേരം ഇഷ്ടം പോലെ ചെറി കിട്ടുമല്ലോ എന്ന്, പക്ഷേ ഗുണമില്ല. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് ഇതിൻ്റെ ലെമൺ ട്രീ ആണ്. ലെമൺ നിൽക്കുന്നത് കാണാമല്ലോ. ഈ ലെമൺ ട്രീയുടെ ഗുണം ഇപ്പം അതിനകത്ത് പൂവും വരുന്നുണ്ട്, കണ്ടോ? പൂവും കായും എപ്പോഴും പഴുത്തതും ഉണ്ട്, ചെറിയ കായ വരുന്നുണ്ട്.
ചെറിയ കായ്, പിന്നെ ഇത് ഇവിടെല്ലാം പൂവുണ്ട്, ചെറിയ കായുണ്ട്, പിന്നെ വലിയ കായുണ്ട്, പിന്നെ പഴുത്ത കായുണ്ട്. എന്ന് വെച്ചാൽ ലെമൺ എപ്പോഴും ഇപ്പോൾ ഇത്രയും കൊണ്ടായിരുന്നു. ലെമൺ താങ്ങാൻ പറ്റാത്ത പോലെ ലെമൺ വരും. ഞാൻ എന്നിട്ട് അങ്ങ് പറിച്ചിട്ട് കൊണ്ടുപോയി എൻ്റെ വർക്കിലൊക്കെ കൊണ്ടുപോയി വെക്കും, എല്ലാവർക്കും ഫ്രീ ആയിട്ട് എടുക്കാം. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ ഒത്തിരിയായിട്ട് എൻ്റെ ഫ്രണ്ട് യാർഡിൽ ചുമ്മാ ഒരു ബക്കറ്റിനകത്ത് ഇട്ടിട്ട് ഫ്രീ ലെമൺ എന്ന് എഴുതി വെച്ചിരുന്നാൽ മതി. അപ്പം പലരും വന്നിട്ട് എടുത്തിട്ട് പോകും. ഭയങ്കര ചിലതൊക്കെ വലിയ ലെമനാണ്. പിന്നെ അതിവിടെ എല്ലാം ഈ പ്രാവശ്യം ഇപ്പം ഇച്ചിരി കുറവുണ്ട് ഞാൻ, കാരണം പറിച്ച് കഴിഞ്ഞു, ഒത്തിരിയും പറിച്ചു. പക്ഷേ ആവശ്യത്തിന് എപ്പോഴും എന്നും ലെമനുള്ള ട്രീ ആയത്. ഇതിൻ്റെ സ്കിന്ന്, ഇത് ലൈമല്ല ലെമനാണേ. ഇതിൻ്റെ സ്കിന്നാണെങ്കിൽ ഭയങ്കര കട്ടിയുള്ള, പക്ഷേ നല്ല ജ്യൂസിയാണ്. ഇതിലവിടെ ഒരെണ്ണം വീണ് കിടക്കുന്നു. അതിനെ ഞാനത് എടുക്കട്ടെ. നോക്കാം, എൻ്റെ വലിപ്പം കണ്ടില്ലേ, എൻ്റെ കയ്യിൽ ഫുള്ളായിട്ടിരിക്കുന്നുണ്ട്, അത്രയ്ക്ക് വലിപ്പമുണ്ട്. ഇവിടെ എല്ലാം പുല്ലുണ്ട്, ഇതൊക്കെ പറിക്കണം. പിന്നെ ഒരു ചെടിയും കൂടെ കാണിച്ചേക്കാം. ഇതിനെ പിപ്പിനോ ഗോൾഡ് എന്നാണ് പറയുന്നത്. ഇതേ അത് പഴുത്ത നിപ്പുണ്ട്. ഇതിൻ്റെ കായ് കാണണം, ഇതേ കണ്ടില്ലേ, അത് പച്ചയും ഒരെണ്ണം പഴുത്തതുമാണ്. പിന്നെ ഒരു മെലൻ്റെ ടേസ്റ്റാണ്, റോക്ക് മെലൻ്റെയൊക്കെ ടേസ്റ്റാണ്. പിന്നെ ഇങ്ങനെ ഇച്ചിരി പടർന്ന് കയറും അത്. അവിടെ എല്ലാം കായും, ഇവിടെയൊക്കെ കുറച്ച് കൂടുതൽ കായുണ്ട്. കായ് കാണുന്നുണ്ടോ? അങ്ങനത്തെ ഒരു ചെടി, അതിൻ്റെ പിപ്പിനോ ഗോൾഡ് എന്നതിൻ്റെ പേര്. അതിൻ്റെ ഫ്രൂട്ടും ടിപ്പി വന്നിട്ട് പഴുക്കുമ്പം ടിപ്പി എടുക്കും.